പണ്ടത്തെ സ്ത്രീകൾ ഓടി നടന്ന് പ്രസവിച്ചു അത്രേ. പണ്ടത്തെ സ്ത്രീകൾക്ക് ഒരു എൻജോയ്മെന്റ് പോലെയായിരുന്നു പ്രസവം എന്ന്. ഇങ്ങനെയുള്ള നല്ല വാക്കുകൾ പറഞ്ഞത് ആരാണെന്ന് അറിയണ്ടേ? അഖിൽമാരാര്. നമുക്കപ്പോൾ ആ അഖിൽമാരാരിൻ്റെ ആ ഒരു വാക്കുകളൊന്ന് കേൾക്കാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക്. ഇപ്പം പ്രസവമാണ് കുറ്റം, ഹോസ്പിറ്റലാണ് കുറ്റം, ഇന്നത്തെ സ്ത്രീകളാണ് കുറ്റം. അല്ല അഖിൽമാരാരെ, നിങ്ങളൊരു ഭർത്താവല്ലേ? 2 കുട്ടികളുടെ അച്ഛനല്ലേ? അതും 2 പെൺമക്കളുടെ അച്ഛനല്ലേ? നമുക്കൊക്കെ ഈ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. അല്ലാതെ അന്ന് ഈ ആൾക്കാർ വലിയ കൂളായിട്ട് എൻജോയ്മെൻ്റ് ആയിട്ട് പ്രസവിച്ച സമയത്ത് അഖിൽമാരാർ നോക്കിയിരിക്കല്ലായിരുന്നല്ലോ. ഈ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് അറിവുകൾ ഞങ്ങളും കേട്ടിട്ടുണ്ട്. അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജോലി എടുക്കാൻ പോകുന്നതിൻ്റെ സമയത്താണ് പ്രസവ വേദന വരുന്നത്, അപ്പോൾ പോയി പ്രസവിക്കുന്നതും ഒക്കെ പണ്ടുള്ള അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കൂളായിട്ടല്ല അന്നും അമ്മമാർ പ്രസവിക്കുന്നത്. ഇന്ന് അനുഭവിക്കുന്ന അതേ പ്രസവ വേദന തന്നെ അന്നും ഉണ്ടായിരുന്നു. നല്ല വേദന എടുത്തിട്ടാണ് അന്നും പ്രസവിച്ചിട്ടുള്ളത്. നല്ല വേദന എടുത്തിട്ടാണ് ഈ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത്, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അന്നും ഇന്നും എല്ലാം സെയിം ആണ്, അതിന് മാറ്റമൊന്നുമില്ല. കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും ഈ പ്രസവ വേദനയ്ക്ക് മാറ്റം വരാൻ പോകുന്നില്ല. ഈ സിസേറിയൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും അതിനും വേദനയുണ്ട്. അപ്പോൾ ഈ പ്രസവം അത്ര അഖിൽമാരാർ പറയുന്നത് പോലെ അങ്ങനെ കൂളായിട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരു സ്ത്രീക്ക് മാത്രമേ പ്രസവത്തെക്കുറിച്ചിട്ടും ഗർഭധാരണത്തെക്കുറിച്ചിട്ടും അതിൽ നിന്ന് അനുഭവിക്കുന്ന വേദനയെയും മാനസിക ബുദ്ധിമുട്ടുകളെയും ശാരീരിക ബുദ്ധിമുട്ടുകളെയൊക്കെ കുറിച്ച് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരിക്കലും ഒരു പുരുഷന് പറ്റത്തില്ല, സാധിക്കത്തില്ല. ഒരു പുരുഷന് കണ്ടു നിൽക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. വേണമെങ്കിൽ അവളുടെ വേദനയിൽ പങ്കുചേരാം, നല്ല ഒരു ഭർത്താവാണെങ്കിൽ പങ്കുചേരാം. ഇന്നത്തെ ഭർത്താവ് മാത്രമല്ല, ഇന്നത്തെ അച്ഛന്മാരും പെമ്മക്കൾ ഗർഭിണിയായി കഴിയുമ്പോൾ പെമ്മക്കളുടെ പ്രസവമൊക്കെ വരുമ്പോൾ നല്ല രീതിയിൽ അച്ഛന്മാരും കെയർ കൊടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന ആ സമയം മുതൽ പ്രസവിക്കുന്നതിൻ്റെ ആ നിമിഷം വരെയും അവൾ അനുഭവിക്കുന്ന ശാരീരിക വേദന, അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഒന്ന് ശരിക്കും നിൽക്കാൻ പറ്റത്തില്ല, ഒന്ന് കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നാൽ, ഒന്ന് ചുമച്ചാൽ ഈ വയറ് പൊത്തിപ്പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. സ്വന്തം ശരീരം കാക്കുന്നതിനെക്കാട്ടിലും വയറ്റിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരു പെണ്ണാണ് അമ്മ. ഇന്നത്തെ സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് സ്ത്രീകളും ഇതുപോലെ ഒരുപാട് ജോലികൾ, വീട്ടുജോലിയാണെങ്കിലും പുറത്ത് ചെറിയ കൂലിവേല ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പണ്ടത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ പോയാലും ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളും പ്രസവത്തിന് തൊട്ട് മുമ്പ് വരെയും ജോലിക്ക് പോകുമായിരുന്നു. അതുമാത്രമല്ല, പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ പോലൊന്നും അല്ല, ഒരുപാട് അംഗങ്ങളുള്ള കുടുംബങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കാൻ ആളില്ലെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുറ്റത്ത് കുഴി കുത്തിയിട്ട് അതിനകത്തിരുത്തുമെന്ന്, കൊച്ച് എഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അങ്ങനെ ഇരുത്തിയിട്ടാണ് അടുക്കളപ്പണിയൊക്കെ ചെയ്യാറുള്ളതെന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും? ഇല്ല. ഇന്ന് സാമ്പത്തിക ചുറ്റുപാട് മാറി, കാലം മാറി. ഇപ്പം നമുക്ക് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. കുഞ്ഞിന് കളിക്കാനായിട്ടാണേലും നമ്മൾ ജോലി ചെയ്യുമ്പോഴാണേലും കുഞ്ഞിന് സ്വസ്ഥമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്തുണ്ട്. അന്ന് അതില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്ന് കുഴി കുത്തിയിട്ട് കുഞ്ഞിനെ കൊണ്ടിരുത്തു പോകും. അന്ന് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അന്ന് പാടത്ത് പണിക്ക് പോയി പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെ ഇന്ന് പോവോ? ഇല്ല. കാലം മാറുമ്പോൾ എല്ലാം മാറും, പക്ഷെ വേദന മാറില്ല. അന്നത്തെ പ്രസവ വേദന തന്നെയാണ് ഇന്നത്തെ പ്രസവ വേദനയും. ഒരു സ്ത്രീക്കും ആക്ടിങ് അല്ല ഈ പ്രസവം എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ. ഒരു ഭർത്താവായിട്ടുള്ള ഒരാൾ, 2 കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ടുള്ള ഒരാൾ ഇങ്ങനെ വന്ന് വിഡിത്തം പറയുമ്പം പുച്ഛം തോന്നുകയാണ് അഖിൽമാരെ. താൻ എന്തോ വലിയ സംഭവമാണ്, തനിക്ക് എന്തോ വലിയ അറിവുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇത്രയും നാളും നടിക്കുകയായിരുന്നു. സത്യം പറയാലോ, നിങ്ങൾക്കൊരു പിണ്ണാക്കും അറിയത്തില്ല. നിങ്ങളെങ്ങാനും അവിടെ നിന്ന് ജയിച്ചാൽ ആ നാടിൻ്റെ അവസ്ഥ, കഷ്ടം.